ജമാഅത്തെ ഇസ്ലാമി ഈരാറ്റുപേട്ട ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി. മുജീബ് റഹ്മാൻ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ബിലാൽ നജീബിന്റെ ഖുർആൻ ക്ലാസോടെ ആരംഭിച്ച സംഗമത്തിൽ ഏരിയ പ്രസിഡന്റ് അവിനാഷ് മൂസ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി അൻസാർ അലി സ്വാഗതം പറഞ്ഞു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള നിരവധി പേർ സംഗമത്തിൽ പങ്കാളികളായി. നമ്മളിന്ന് നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇസ്ലാം വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വംശീയമായ ഒരു ജനതയെ ഉന്മൂലനം ചെയ്യാനുള്ള അജണ്ട ലോകത്താകെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഗസയിലുള്ള മുസ്ലിം സമുദായം അനുഭവിക്കുന്നതും അമേരിക്കയിൽ കളി കാണാൻ പോകുമ്പോൾ തിരിച്ചുവിടപ്പെട്ട റഫറി അനുഭവിച്ചതും അമേരിക്കയിലെ ലോകകപ്പിന്റെ കളിക്കളത്തിൽ വംശീയമായി അധിക്ഷേപം നേരിട്ടുകൊണ്ടിരിക്കുന്ന ജനത അനുഭവിക്കുന്നതും എല്ലാം നിങ്ങൾക്കറിയാം. വംശീയമായ അധിക്ഷേപങ്ങളും വംശീയമായ ഉന്മൂലന അജണ്ടകളുമാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിന് മുന്നിലുള്ള കാഴ്ചപ്പാട് എന്തെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദേശവിരുദ്ധം എന്ന് വിചാരിക്കുന്ന നിർവചിക്കപ്പെടുന്ന ഗണത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടെന്ന് പറയുന്നത് നമ്മുടെ എന്തെല്ലാം റൈറ്റ്സിനെ നിരാകരിക്കാമോ, നമ്മെ എങ്ങനെയെല്ലാം പിടിച്ചെടുക്കാമോ, നമ്മെ എങ്ങനെയെല്ലാം വംശീയമായി ഇല്ലായ്മ ചെയ്യാമോ, അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നേരത്തെ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിക്ക് പറയുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ തോന്നുന്ന ആളുകളുണ്ട്. ഇപ്പൊ കേരളത്തിൽ വരെ നമുക്ക് അതിനെ നിരാകരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല. രാജ്യത്തെ ഭരണകൂടം ആ ഒരു സ്വഭാവത്തിൽ മാറിക്കഴിയുന്നു. വംശീയമായ ഭരണകൂടം നമ്മുടെ സ്വത്തിൽ അവർ കൈവച്ചു കഴിഞ്ഞു. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ പൗരത്വത്തിൽ അവർ കൈവച്ചു കഴിഞ്ഞു. നിങ്ങൾ അറിയണം, ഇന്ന് ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും നിരവധി മനുഷ്യരെയാണ് യഥാർത്ഥത്തിൽ ആ നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടിരിക്കുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നാളെ പൗരത്വ രേഖയിൽ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ഈ മേഖല ഇൻഡസ്ട്രി പലപ്പോഴും പലയിടത്ത് സ്തംഭിക്കുന്നത് ബംഗാളിലേക്ക് പോയിട്ട് തിരിച്ചു കൊടുക്കില്ല. പല ബംഗാളിൽ തിരിച്ചു വരാത്തതെന്നാണെങ്കിൽ ഇപ്പോൾ അവൻ പറയുന്നത് എൻ്റെ ID കാർഡ് ശരിയായിട്ടില്ല. ഒരു മനുഷ്യൻ ജനിച്ചു വീണ മണ്ണിൽ, പിറന്നു വീണ മണ്ണിൽ, ജനിച്ചു വളർന്ന മണ്ണിൽ അവന്റെ പൗരത്വ രേഖ എങ്ങനെ എന്നറിയാൻ കഴിയാതെ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ നിഷ്കാസകനാകുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ചു നോക്ക്. 10,000-കണക്കിന് മനുഷ്യരാണ് ബുൾഡോസറിലുള്ള ആസാമിൽ പുറന്തള്ളപ്പെടുക. ഞാൻ ആ സംഭവത്തിലേക്ക് പോയാൽ ഒരുപാട് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൗരത്വം കൈവെക്കപ്പെട്ട, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ വകുപ്പ് സ്വത്ത് കൈയേറ്റം ചെയ്യപ്പെട്ട, നമ്മുടെ അവകാശങ്ങൾ ഓരോന്നായി കവർന്നെടുക്കപ്പെടുന്ന, അതോടൊപ്പം തന്നെ അതെല്ലാം കഴിഞ്ഞ് നിയമം നോക്കി നിൽക്കാൻ നമ്മൾ ബുൾഡോസർ രാജ്യം വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ഇന്നലെയും മിനിഞ്ഞാന്ന് വരെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, ഒരു നോട്ടീസ് കൊടുത്ത് പള്ളിയും അതുപോലെ തന്നെ വിദ്യാലയങ്ങളും മദ്രസകളും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മുമ്പ് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത് ദേശീയ വിഷയമാണ്, അന്തർദേശീയ വിഷയമാണ്, ആഗോള വിഷയമാണ്. അതിനുശേഷം എത്ര മസ്ജിദുകളാണ് നമ്മുടെ രാജ്യത്ത് തകർക്കപ്പെടുന്നത്? ആ തകർക്കപ്പെട്ട മസ്ജിദ് ഇന്ന് രാജ്യത്ത് ചർച്ചയാണോ, നമ്മുടെ കേരളത്തിൽ ചർച്ചയാണോ? അല്ല, അത് നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മൊബിലിറ്റി നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഒരു കാലത്ത് ഞാൻ തിന്നുകയും കുളിക്കുകയും നമസ്കരിക്കുകയും ചെയ്ത് ഞാൻ എൻ്റെ സുഖവും എൻ്റെ കുടുംബജീവിതവും മാത്രമായി കഴിഞ്ഞുകൂടുക എന്നത് എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ആദർശ ജീവിതമായി മാറുക? അവിടെയാണ് ഞാൻ ഓടി വെച്ച അള്ളാഹുവിന്റെ ദീന് വെല്ലുവിളിക്കപ്പെടുമ്പോൾ, അള്ളാഹുവിന്റെ ദീനെ പ്രതിനിധീകരിക്കുന്ന ജനത വെല്ലുവിളിക്കപ്പെടുമ്പോൾ, അള്ളാഹുവിന്റെ അടയാളമായ വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ വിശുദ്ധ ഭവനങ്ങളും ഇങ്ങനെ തകർക്കപ്പെടുമ്പോൾ, അള്ളാഹുവിന്റെ ദീൻ അണിനിരന്നതിന്റെ പേരിൽ ഒരു ജനത കിടങ്ങുവാസികളെ പോലെ യഥാർത്ഥത്തിൽ ബുൾഡോസർ രാജ്യം വിധേയമാക്കപ്പെടുമ്പോൾ, അതൊന്നും എന്നെയല്ല എന്ന ബോധ്യത്തോടും കൂടി ഞാൻ 5 നേരം നമസ്കരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം ഭദ്രമാണ് എന്ന് വിചാരിക്കാൻ മാത്രം വ്യക്തികളായി നമ്മൾ മാറാൻ പാടില്ല. അതിനപ്പുറത്ത് ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആലോചിക്കണം. ഞാൻ പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ആത്മഹത്യാപരമായ ഒരു സമീപനം ഒരു സമുദായം സ്വീകരിക്കുക എന്നുള്ളത് ഒരു അർത്ഥത്തിലും ഗുണകരമല്ല. ആരോഗ്യതയോടുകൂടി സമീപനം സ്വീകരിക്കണം, ആസൂത്രിതമായ സമീപനം സ്വീകരിക്കണം, ആദർശത്തിൽ അധിഷ്ഠിതമായ സമീപനം സ്വീകരിക്കണം, ആദർശം നമ്മോട് പറയുന്ന താല്പര്യത്തിനനുസരിച്ചുള്ള സമീപനം സ്വീകരിക്കണം. ഇസ്ലാമിക പ്രസ്ഥാനം സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ചരിത്രത്തിൽ ഇതുപോലുള്ള നാടുവഴികളെ അഭിമുഖീകരിക്കാത്ത ഒരാളും കടന്നുപോയിട്ടില്ല. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാതയാണ്. അഗ്നികുണ്ഡമാണ് അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാതയാണ്. ശങ്കരനാണ് അദ്ദേഹത്തിന് മുറിച്ചു കിടക്കേണ്ടി വന്നത്.
ഇത് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയാണ്. അദ്ദേഹം ഒരു മലഞ്ചെരുവിൽ ഉപരോധിക്കപ്പെടുകയും പലായനം വരികയും ചെയ്ത വ്യക്തിത്വമാണ്. മഹത്തുക്കളായ മഹാത്മാക്കളായ പ്രവാചകന്മാർ ഇന്നും ചരിത്രത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അന്നത്തെ കാലഘട്ടത്തിലെ ജാഹിലിയത്തിന്റെ കടുത്ത വെല്ലുവിളികളെ ക്ഷമയോടുകൂടി അഭിമുഖീകരിക്കുകയും ആ കാലഘട്ടത്തിൽ ആദർശത്തിന്റെ പ്രതിനിധാനം അവർ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ ജീവിതത്തെക്കുറിച്ച് നാളെ പരലോകത്ത് ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട്. ഈ ജീവിതം എനിക്ക് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതൊരു അമാനത്തെന്ന അർത്ഥത്തിൽ ഭംഗിയായി നിർവഹിച്ചെങ്കിൽ മാത്രമേ നാളെ പരലോകത്തെ വിചാരണയിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന തികഞ്ഞ ബോധ്യമുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം നമ്മുടെ സ്വർഗം എന്ന് പറയുന്നതാണ് നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത്. ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് അതിൻ്റെ ആത്യന്തികമായ ഘടകം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്തോ എന്നതിനേക്കാൾ ഉപരി ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എനിക്കെൻ്റെ സ്വർഗം നേടിയെടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോഴേ നമ്മൾ ഇസ്ലാമിക പ്രവർത്തനം കൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ. നമ്മൾ സംഘടനയ്ക്ക് വേണ്ടിയാണോ പണിയെടുക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല, ദീനിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത്. ദീനിനു വേണ്ടി പണിയെടുക്കാനാണ് നമുക്ക് സംഘടന. നമ്മൾ സംഘടനക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രചോദനം എന്താണ് എന്ന് ചോദിച്ചാൽ സംഘടന വഴി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വഭാവത്തിലെ ദീനീപരമായ മാറ്റം സമൂഹത്തിൽ ഉണ്ടാകണം എന്നത് നമ്മുടെ ഭൗതികമായ ഒരു താല്പര്യമാണ്. അതേസമയം അതിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ഞാനും എൻ്റെ കുടുംബവും നാളെ സ്വർഗത്തിൽ കിടക്കണം. അപ്പം എൻ്റെ വഴി അള്ളാഹുവിൻ്റെ വഴിയാകണം. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത്.